ഹാഡിയ സ്കീം 2024 കേരള എഞ്ചിനീയറിംഗിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ബാക്കി വരുന്ന സീറ്റിലേക്ക് DTE ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു, സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ബിടെക്കിന് നമുക്കറിയാമല്ലോ 9 എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും NSS കോളേജ് പാലക്കാട്, TKM കൊല്ലം, MA കോളേജ് കോതമംഗലം എന്നുള്ള 3 എയ്ഡഡ് കോളേജിലേക്കുമാണ് ഇപ്പോൾ ഈ ഒരു DTE സെൻട്രലൈസ്ഡ് സ്പോട്ട് നടത്തുന്നത്. അപ്പോൾ കുറേ പേര് TKMൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുമെന്ന് ചോദിച്ചു. TKM സെപ്പറേറ്റ് ആയിട്ടല്ല, ഇതിൻ്റെ കൂടെയുണ്ട് TKMും. സോ ഈ ഒരു ഇതിലാണ് നമ്മൾ പങ്കെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നോട്ടീസ് പറയുന്നത് സംസ്ഥാനത്തെ 9 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും 3 എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കും ബിടെക് സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ 11/9/2024 തന്നെയാണ് നടത്തുന്നത്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ തന്നെയാണ് വെന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ദിവസം രാവിലെ 8 മണി മുതൽ 12 മണി വരെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 1 മണി മുതൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തും. അപ്പോൾ 12 മണിക്ക് മുമ്പായിട്ട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ സ്പോട്ടിന് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം 1 മണി കഴിഞ്ഞിട്ടാണ് സ്പോട്ട് നടത്തുന്നത് കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ വർഷത്തേക്ക് ജസ്റ്റ് ന്യൂസെങ്കിലും എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ചധികം ആളുകൾ ഉണ്ടാവും ഈ ഒരു സ്പോട്ടിൽ. ഈ വർഷത്തെ കാര്യം പറയാൻ പറ്റില്ല, പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ കുറച്ചധികം ആളുകൾ ഉണ്ടായിരുന്നു. സോ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാരൻസോ നിങ്ങൾക്കോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പ്രഷർ കുറഞ്ഞു പോവുകയോ ഷുഗർ കുറഞ്ഞു പോകുന്ന പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിൻ എടുക്കുക. അത്യാവശ്യം വെള്ളമോ സ്നാക്സോ എന്താണോ അതൊക്കെ നിങ്ങൾ കയ്യിലെടുക്കുക കേട്ടോ. കാരണം നമുക്ക് പറയാൻ പറ്റില്ല എത്ര നേരം അത് നിൽക്കേണ്ട വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ വേഗം കഴിഞ്ഞു പോരാം. ഇനി കൂടുതൽ സമയം നിൽക്കേണ്ടി വന്നാലും നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വച്ചേക്കാം കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്കറിയാലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഗവൺമെൻറ് എയ്ഡഡ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിൽ, അതായത് KPൻ്റെ അണ്ടറിൽ IHRയുടെ അടിയിലുള്ള കോളേജുകളിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തേക്കണമെങ്കിൽ, LBSൻ്റെ ഏതെങ്കിലും 2 കോളേജിലാണ് അഡ്മിഷൻ എടുത്തേക്കണമെങ്കിലോ, CCEയിലാണെങ്കിലോ SCTയിലാണെങ്കിലോ ഈ തവണ കുസാറ്റും കൂടി ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കോളേജുകളിൽ ഏതെങ്കിലും ഒന്നിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തേക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വേണ്ട. നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ വേറൊരു സ്ഥലത്താണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് തരുമെന്ന് പറഞ്ഞിട്ട് കോളേജ് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത്രയും കോളേജിൽ ഏതെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട. നിങ്ങൾ അഡ്മിഷൻ എടുത്തേക്കുന്ന ആ ഒരു അഡ്മിഷൻ സ്ലിപ്പ് മാത്രം മതി. അതായത് നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്തപ്പോൾ കോളേജിൽ നിന്ന് ഒരു അഡ്മിഷൻ സ്ലിപ്പ് തന്നിട്ടുണ്ടാവും, അത് മാത്രം നിങ്ങൾ ഹാജരാക്കിയാൽ മതി. പിന്നീട് നിങ്ങൾക്ക് സമയം തരുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന് ഈ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാൽ മതി കേട്ടോ. പക്ഷേ നിങ്ങൾ പ്രൈവറ്റ് കോളേജുകളിൽ നിന്നാണെങ്കിൽ നിങ്ങൾ NOC ഹാജരാക്കണം, അഡ്മിഷൻ സ്ലിപ്പും പ്ലസ് NOCയും ഹാജരാക്കണം. ഇനി നിങ്ങളുടെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, കുറേ പേര് ചോദിച്ചു കണ്ടു പാരൻസ് വേണമെന്നുള്ളത്. പാരൻസ് അല്ലെങ്കിൽ ഗാർഡിയനായിട്ട് ആരെങ്കിലും ഒരാൾ വേണം അഡ്മിഷൻ്റെ സമയത്ത്. പിന്നെ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു ദിവസം തന്നെ കുറേ സ്പോട്ടുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ആണ് നിങ്ങൾക്ക് പകരം വേറൊരു സ്ഥലത്ത് സ്പോട്ടിന് പോകുന്നതെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഓതറൈസേഷൻ ലെറ്റർ അത് ഹാജരാക്കിയാലും സാധാരണ സ്പോട്ടിൽ പങ്കെടുക്കാനായിട്ട് സമ്മതിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി സ്പോട്ട് അഡ്മിഷൻ എടുക്കുന്ന, അതായത് നിങ്ങൾ ഓൾറെഡി എൻട്രൻസ് കമ്മീഷനൊക്കെ ഫീസ് അടച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേറൊരു കോളേജിൽ ഫീസ് അടച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ഫീസ് വീണ്ടും ഇവിടെ അടയ്ക്കേണ്ടതായിട്ട് വരും. അവിടെ പറഞ്ഞേക്കുന്ന ഫീസ് എന്ന് പറയുന്നത് SC ST കാൻഡിഡേറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും 9,650 രൂപയാണ് കേട്ടോ. അതായത് നമ്മൾ ട്യൂഷൻ ഫീസ് പ്ലസ് 1000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് എന്നുള്ള നിലയ്ക്കാണ് ഒരു എമൗണ്ട് പറഞ്ഞേക്കുന്നത്. SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1000 രൂപ മാത്രം മതിയാവും. പക്ഷേ ഇവിടെ PTA ഫണ്ടിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തൃശ്ശൂരിൻ്റെ വെബ്സൈറ്റിലും കൂടി ഒന്ന് നോക്കാം കേട്ടോ. എന്തെങ്കിലും, കാരണം ഇവിടെ ആ ഒരു 10Kയിൽ താഴെ വരുന്ന എമൗണ്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ആ കോളേജിൽ ചിലപ്പോൾ കോളേജിൻ്റെ ഫീസ്, ഏത് കോളേജിലാണോ കിട്ടുന്നത് ആ കോളേജിൻ്റെ ഫീസും കൂടി ചിലപ്പോൾ കെട്ടേണ്ടതായിട്ട് വരും കേട്ടോ. ഫീസ് കെട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തായാലും സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത പോലെയല്ല, ഫീസ് കെട്ടിയില്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ള കാര്യം ഷുവറൊന്നുമില്ല. പിന്നെ നിങ്ങളതത് കോളേജിലൊന്ന് വിളിച്ച് ചോദിച്ചേക്കാം കേട്ടോ. പക്ഷേ ഇവിടെ ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും പറയാം. നോട്ടീസിൽ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ തൃശ്ശൂരിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം, കൂടുതൽ ഫീസിൻ്റെ കാര്യം എന്തെങ്കിലും പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ കണ്ടില്ലേ, കൂടുതലായിട്ട് PTAയുടെ ഫീസും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി അടക്കേണ്ടതായിട്ട് വരുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ വർഷം അത് ചിലപ്പോൾ കുട്ടികളുടെയൊക്കെ റിക്വസ്റ്റ് കൊണ്ട് മാറ്റിയിട്ടുണ്ട് ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല. ഈ നോട്ടിഫിക്കേഷനിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ഫീസ് തിരിച്ചു കിട്ടുന്നത് കൊണ്ടുവന്ന്
കൊടുത്താലും ചിലപ്പോൾ അവർ സ്വീകരിക്കുന്നതായിരിക്കും. പക്ഷേ അതിനെപ്പറ്റി കൺഫർമേഷൻ ഇതിലില്ല. അത് നിങ്ങൾ തന്നെ എവിടെയാണോ നിങ്ങളത് ചോദിക്കേണ്ടത് അവിടെ വിളിച്ച് കൺഫേം ചെയ്യുക കേട്ടോ. പിന്നെ കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് മുഖാന്തരം അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ സ്ലിപ്പ് മാത്രം മതി എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ അതല്ലാത്തവർ ഇനിയിപ്പോൾ നിങ്ങൾ വേറെ എവിടെ അഡ്മിഷൻ എടുത്തിട്ടില്ല, സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ 2 കോപ്പീസ് എടുത്തേക്കാം, ഫോട്ടോയും കൂടി എടുത്തേക്കാം കേട്ടോ. അലോട്ട്മെൻറ്റ് മെമ്മോ, +2 മാർക്ക് ഷീറ്റ്, ഡേറ്റ ഷീറ്റ്, SLCയുടെ സർട്ടിഫിക്കറ്റ്, പിന്നെ നേറ്റിവിറ്റി പ്രൂഫ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്, NCL വേണമെങ്കിൽ അത്, അങ്ങനെയുള്ള ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അത്, TC, CC ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പിന്നെ അങ്ങനെ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ മതി കേട്ടോ. നമുക്ക് ഈ നോട്ടീസ് DTEയുടെ വെബ്സൈറ്റിലാണ് ഉള്ളത്. ഓക്കെ, ആ വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് എടുത്തു തരാം. ഇതാണ് DTEയുടെ വെബ്സൈറ്റ്. DTE-Kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ്. ഇതിൽ നിങ്ങൾ ഈ ഒരു ഐ തിങ്ക് ന്യൂസിൽ ഇങ്ങനെ ഓടി പോകുന്നുണ്ട്. ലേറ്റസ്റ്റ് ന്യൂസിൽ BTech സൺലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ റീഡ് മോഡലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഞാനിപ്പോൾ പറഞ്ഞ നോട്ടീസ് കിട്ടും. ഇനി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നോട്ടീസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അതും കൂടി ഒന്ന് നോക്കിയേക്കാം. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയാം. ചിലപ്പോൾ സൈറ്റിച്ചിരി ഇതാണ്, ചിലപ്പോൾ അവരിത് എന്തെങ്കിലും ഈ സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഇത് ചെയ്യുമായിരിക്കും. സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കിട്ടുമെന്നുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് നോക്കുക. അങ്ങനെ എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ അത് നമുക്കത് പറയാം കേട്ടോ. വെബ്സൈറ്റ് കിട്ടുന്നില്ല. ഓക്കെ, നിങ്ങൾ നോക്കാം കേട്ടോ. അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് അതിൽ വേറെ എന്തെങ്കിലും ക്ലിയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാം. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.